നമ്മൾ ഭഗവാനെ ബഹുമാനിക്കും, ഗുരു പരമ്പര മുതിർന്ന ആചാര്യന്മാരെയും ബഹുമാനിക്കും. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഭക്തരെയാണ്, അവരെയും നമ്മൾ ബഹുമാനിക്കും. അതായത് നമ്മളെക്കാട്ടി മുതിർന്ന ഭക്തരെ നമ്മൾ നമസ്കരിച്ച് ബഹുമാനിക്കും, ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആചാര്യന്മാരെ. നമ്മുടെ അതേ തലത്തിൽ നിൽക്കുന്ന ഭക്തരെ സൗഹൃദത്തോടു കൂടി നമ്മൾ ബഹുമാനിക്കും. അവരുമായിട്ടൊരു സൗഹൃദം വേണം. അവരെ ഹൃദയാംഗതമായിട്ട് നമ്മുടെ സുഹൃത്തായിട്ട് കാണും. നമുക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അവരുടെ ഉള്ളിൽ കാണും, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ, പക്ഷെ എന്നാലും ഇത് നമ്മുടെ സുഹൃത്താണ് എന്നുള്ളൊരു നമ്മൾ ഹൃദയാംഗതമായിട്ട് അങ്ങനെ സ്വീകരിക്കണം. എന്നിട്ട് ഭക്തിയിൽ തുടക്കത്തിൽ വരുന്ന ഭക്തരോട് കാരുണ്യം കാണിക്കണം. അവരെ ഒരിക്കലും അവഗണിക്കരുത്. അവർ ചെയ്ത തെറ്റുകളെ കുറ്റപ്പെടുത്തി അവരുടെ നിരുത്സാഹപ്പെടുത്തരുത്. വളരെ ഇമ്പോർട്ടൻ്റ്. അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ തിരുത്തണം. പക്ഷേ എങ്ങനെ തിരുത്തണം? ഒരു അമ്മ കുട്ടികളെ തിരുത്തുന്ന പോലെ അങ്ങനെയായിരിക്കണം തിരുത്തുന്നത്. അഹങ്കാരം കൊണ്ട് തിരുത്തരുത്. അവർ ചിലപ്പോൾ ഭക്തി മാർഗം തന്നെ വിട്ടു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്.